discuss next pattern of question, that is find the general solution cos 4x equal to cos 2x. So this is direct question. Then cos x equal to cos phi general solution. And then cos x equal to cos phi. So I am writing here cos x equal to cos y. Cos x equal to cos phi, then x equal to what? 2n pi plus or minus y, right? Where n is an element of z. Right? Clear അല്ലേ? ഇനി നോക്കിക്കേ, എന്ത് ചെയ്യണം? നമുക്കിവിടെ x എന്താണ്? 4x ആണ്. y എന്താണ്? 2x ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? That is x equal to 4x and y equal to 2x. So I am substituting directly here. That is 4x equal to 2n pi plus or minus 2x. Clear? നോക്കിക്കേ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? എക്സ് ആണ് വേണ്ടത്, എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ എന്താണ്? 4x ആണ്. പിന്നെ അതുപോലെ തന്നെ പ്ലസും മൈനസും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് സൊല്യൂഷൻസും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ നോക്കിയാലോ? ഓൺ ടേക്കിംഗ് പോസിറ്റീവ് സൈൻ, ഹിയർ on taking positive sign, so I am writing here 2x equal to 4x equal to 2n pi plus 2x. നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ നോക്കാം. ഹിയർ ഇനി നോക്കിയേ, x ഈക്വൽ ടു എക്സിന് നമുക്ക് അടുത്തുള്ള അത് വേണ്ട, എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അതിലും നല്ലത് എക്സ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 4xഉം 2xഉം ഉണ്ടല്ലേ. നമുക്കിത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ആക്കിയാലോ? 4x minus 2x equal to 2n pi. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? 4x minus 2x എന്താണ്? 2x. 2x equal to 2n pi. നമുക്ക് എന്താണ്? എന്തിന്റെ വാല്യൂ ആണ്? x ആണ് വേണ്ട അല്ലേ? സോ x equal to 2n pi by 2. Here, അപ്പൊ എന്ത് ചെയ്യണം? 2 cancel ആയി. So we got what? x equal to n pi. ഒരു ജനറൽ സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടി കിടക്കുന്നു അല്ലെ? നെഗറ്റീവ് സൈൻ എടുക്കണം. അപ്പൊ നെഗറ്റീവ് സൈൻ എടുത്താലോ? 4x equal to ഇവിടെ എഴുതാം. 4x equal to 2n pi minus 2x. അപ്പൊ എങ്ങനെ എഴുതാം? 4x 2x ഇപ്പുറത്തോട്ട് ആക്കാലോ അല്ലെ? 4x പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ആക്കി എക്സ് ടേംസ് എല്ലാം x ആണ് നമുക്ക് വേണ്ട, അതുകൊണ്ട് കേട്ടോ. അപ്പൊ 4x പ്ലസ് 2x എന്താണ്? 6x equal to 2n pi, right? So x equal to 2n pi by 6. x ന്റെ വാല്യൂ അല്ലേ വേണ്ടേ? അതുകൊണ്ട് 6 ആക്കി. So 2, next we got 2 by 6 is what? By 3, right? So n pi by 3. So we got two solutions. What? X equal to n pi or x equal to n pi by 3. അല്ലേ? രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഏതൊക്കെയായിരുന്നു? x equal to n pi or x equal to n pi by 3, where n element of z. So this is our answer. X equal to n pi or x equal to n pi by 3 n element of z. ക്ലിയർ ആയല്ലോ? ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ ആകെ കൺഫ്യൂഷൻ ആയെന്നോ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ മക്കളെ ഇത് പഠിച്ചാലേ രക്ഷയുള്ളൂ കേട്ടോ. ഇനി അടുത്തത് cos 3x plus cos x minus cos 2x equal to 0. നിങ്ങൾ ഈ ഒരു പാറ്റേൺ വന്നാൽ നമ്മൾ കഴിഞ്ഞ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള, അതായത് ഫങ്ഷൻസ് തന്നിട്ടുള്ള, വാല്യൂസ് ഇല്ല, ഫങ്ഷൻസ് തന്നിട്ടുള്ള. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കഴിവതും നമ്മൾ 3.3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ? അതായത് എന്താണ് ഇക്വേഷൻസ് എടുത്ത് അതിനെ സോൾവ് ചെയ്ത് കോമൺ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യേണ്ടത്. നോക്കി ഇങ്ങനെ ഒരു പാറ്റേൺ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരുന്നത്? cos x plus cos y അല്ലേ? നോക്കിക്കേ, ഇത് cos x plus cos y ഫോർമുലോട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റും? നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല, റൈറ്റ്? y 3x ആണ്, ഇവിടെ 2x ആണ്, ഇവിടെ x ആണ്. അപ്പോൾ ഒരു കോമൺ ടേംസും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് എടുക്കുക. ദാറ്റ് ഇസ് cos x plus cos y. What is cos x plus cos y? 2 cos x plus y by 2 cos x minus y by 2. ക്ലിയർ അല്ലേ? നോക്കിക്കേ, ഇനി എന്ത് ചെയ്യണം? 3xഉം 2xഉം ആണ് നമ്മുടെ x എന്നുള്ളത്. എക്സും വൈയും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ
That is 2 cos 3x plus x is what? 3x plus x is 4x by 2. Cos 3x minus x is 2x, right? 2x by 2. So how we write? 2 cos 2 and 4 cancel, we got 2x. 2 by 2 cancel, we got x, right? So can we substitute in this equation? നമുക്ക് ഇത് കിട്ടിയില്ല, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു, സോറി ഈ ഒരു സെക്ഷൻ സോൾവ് ചെയ്തു, എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മെയിൻ ഇക്വേഷനിലോട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 cos 2x into cos x minus cos 2x equal to 0. ക്ലിയർ? അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഏകദേശം ഒരു കോമൺ കിട്ടിയല്ലേ? cos 2x രണ്ടിടത്തും. അപ്പോൾ നമുക്ക് cos 2x കോമൺ എടുക്കാം. ക്ലിയർ? ദാറ്റ് ഈസ് cos 2x into 2 cos x minus 1, right? Why? Cos 2x ഇവിടെ നിന്ന് എടുത്തു, അപ്പോൾ 2 cos x അകത്ത് വരും, minus 1 equal to 0. അപ്പോൾ മക്കളെ നോക്കി, എന്തേലും നമ്മൾ പഠിച്ചതായിട്ട് ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? cos x equal to cos 0, sin x equal to sin y യുടെ ടേംസ് ആണ് നമ്മൾ പഠിച്ചിരുന്നത് ഇത്രയും നേരം, അല്ലേ? അപ്പോൾ ഇത് വേറൊരു പാറ്റേൺ ആണ്, ന്യൂ പാറ്റേൺ ആണ്. ഇതിലെന്താണ്? sin x equal to 0 അല്ലെങ്കിൽ cos x equal to 0. cos x equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? cos x equal to 0 ആണെങ്കിൽ എന്തായിരുന്നു? x equal to 2n plus 1 into pi by 2 ആണ്, അല്ലേ? വേറെ എലമെന്റ് ഓഫ് z. അപ്പോൾ x equal to 2n plus 1 into pi by 2 നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, എങ്ങനെ എഴുതാം ഇതിനെ? cos 2x equal to 0 എന്ന് എഴുതിക്കൂടെ? ഒരെണ്ണം കിട്ടി. അടുത്ത എങ്ങനെ എഴുതാം? 2 cos x minus 1 equal to 0 എന്ന് എഴുതിക്കൂടെ? ഓർക്കുന്നുണ്ടോ? ഇത് ഏത് ഇക്വേഷൻ ഫോം ആയിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. പോളിനോമിയൽ പഠിച്ചിട്ടുള്ള ലോ ആണിത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, പ്ലസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ടേംസും സെപ്പറേറ്റ് ആയിട്ട് 0 ഇക്വേറ്റ് ചെയ്യാം. ഇനി നമുക്ക് cos x equal to 0യുടെ വാല്യൂ അറിയത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് cos x equal to 0 എന്ന് പറഞ്ഞാൽ x equal to 2n plus 1 into 5 by 2 ആണ്. ഇവിടെ x എന്താണ്? 2x ആണ്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2x ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2x equal to 2n plus 1 into 5 by 2, റൈറ്റ്? അപ്പൊ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 2n plus 1 into 5 by 4. ക്ലിയർ? അപ്പൊ നമുക്ക് ഒരു പോർഷൻ കിട്ടി, അല്ലേ? ഇനി അടുത്ത നോക്കിയാലോ? അടുത്ത എങ്ങനെ നോക്കുന്നത്? 2 cos x minus 1 equal to 0. നമുക്ക് ഇവിടെ റബ് ചെയ്യാം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. എല്ലാം കൂടെ മേലോട്ട് എഴുതിയേക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 2 cos x. നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി, എന്തായിരുന്നു? x equal to 2n plus 1 into 5 by 4. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത് നോക്കി, 2 cos x minus 1 equal to 0 എന്നാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? cos x ആണ്. അപ്പൊ 2 cos x അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം? 1നെ അപ്പുറത്തോട്ട് എടുക്കാം, അല്ലെ? 1 എന്ന് എഴുതി, -1 + 1 ആവും. അപ്പൊ cos x നെ നമുക്ക് എങ്ങനെ എഴുതാം? cos x equal to ഇൻറ്റു, അല്ലേ? ഇൻറ്റു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ആവുമ്പോൾ എന്താണ്? ഡിവിഷൻ വരും, അല്ലെ? അപ്പൊ cos x equal to what? 1/2 എന്ന് എഴുതിക്കൂടെ, റൈറ്റ്? അപ്പം ഇത് ഏത് ഫോമിൽ കിടക്കുന്നത്? cos x equal to 1/2 ഫോം. ഇത് ഏത് ഫോം ആണ്? നമുക്കറിയാം. cos x equal to 0 ഫോം ആണോ? അല്ല. cos x equal to cos 5 ഫോം ആണോ? അല്ല. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഫോം ആണ്, അല്ലേ? 1/2 എന്ന് വരുന്നത്, cos x equal to 1/2 എന്ന് വരുന്ന ഏത് ഫോമാണ്, ഏത് വാല്യൂ ആണെന്ന് നോക്കൂ, ഏത് ആംഗിളിലാണെന്ന് നോക്കൂ. ഓക്കെ, നമുക്ക് cos x equal to 1/2 ഏത് ആംഗിളിലാണ്? നോക്കിക്കേ, 1/2 π/3 ആണ്, അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? cos x equal to cos π/3 എഴുതിക്കൂടെ? y എക്സിന്റെ വാല്യൂ 1/2 വരുന്നത് ഏത് ആംഗിളിലാണ്? π/3 ആംഗിളിലാണ്, അല്ലേ? അപ്പം π/3 എഴുതി. ഇത് ഏത് ഫോമാണ്? cos x equal to cos y. എല്ലാം കൂടെ മറിഞ്ഞ് കുഴപ്പമായെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല മക്കളെ, ഇത് പഠിച്ചേ രക്ഷയുള്ളൂ. പതുക്കെ നിങ്ങൾ ഓരോന്നും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഔട്ട് ആവും. അപ്പോൾ നോക്കിക്കേ, cos x equal to cos y ഏത് ഫോമാണ്? cos x equal to cos y ഫോമാണ്. ദാറ്റ് ഈസ് 2n pi plus or minus y where n element of z, right? So here is what? Y is what? π/3. So we are writing x equal to 2n pi plus or minus π/3 where n is an element of z.
അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതൊക്കെയായിരുന്നു കിട്ടിയത്? x equal to 2n pi plus or minus pi by 3 for n element of z, or which x equal to 2n plus 1 into pi by 4. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒറ്റ പ്രോബ്ലം കൂടി നോക്കിയാലോ? മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ഒരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങ് നിർത്തിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് sin 2x plus cos x equal to 0. ക്ലിയർ? sin 2x. അപ്പോൾ sin 2xന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഏതൊക്കെയാണ് പഠിച്ചിരുന്നത്? 2 sin x cos x പഠിച്ചിരുന്നു അല്ലേ? പിന്നെ എന്തായിരുന്നു? tan x ഫോമുലാണ് 2 tan x by 1. അത് വേണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് 2 sin x cos x എടുക്കാം. സിൻസ് sin 2x equal to 2 sin x cos x, we are substituting it in the first equation. So I am substituting 2 sin x cos x plus cos x equal to 0. Clear? അപ്പോൾ എന്ത് ചെയ്യണം? cos x കോമൺ വന്നല്ലേ? cos x നെ പുറത്തോട്ടെടുത്ത് cos x into 2 sin x plus 1 equal to 0. ക്ലിയർ അല്ലേ? നോക്കിക്കേ, cos x നെ പുറത്തോട്ടെടുത്ത്, അപ്പോൾ 2 sin x കോമൺ ആയിട്ടുള്ള 2 sin x അകത്തോട്ടെടുത്ത് 2 sin x plus 1 കോമൺ ആയിട്ടുള്ളത് cos x ആണ് പുറത്തോട്ടെടുത്ത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ട് നോക്കിയോണം കേട്ടോ. ഇനി അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഏത് ഫോമിലാണ്? പോളിനോമിയൽ ഫോമിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? cos x equal to 0, 2 sin x plus 1 equal to 0. 2 ടേംസ് കിട്ടിയല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? cos x equal to 0 ആണെങ്കിൽ ഹൗ? രക്ഷപ്പെട്ടു. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. cos x equal to 0 ആണെങ്കിൽ x എന്താണ്? 2n plus 1 into pi by 2 ആണ് അല്ലേ? വേറെ n എലമെന്റ് ഓഫ് z. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. രക്ഷപ്പെട്ടു. ഇനി അടുത്ത സെക്ഷൻ നോക്കിയേ. 2 sin x equal to 1 minus 1. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ട. ദാറ്റ് ഈസ് 2 sin x equal to -1 കിട്ടി. അപ്പോൾ sin x നെ നമുക്ക് എങ്ങനെ എഴുതണം? -1/2 എഴുതാം അല്ലേ? പിന്നെ -1. അപ്പോൾ എന്ത് ചെയ്യണം? 1/2 ഏത് sin x ന്റെ ഏത് വാല്യൂസ് ആണ്, ഏത് ഡിഗ്രി ആണ് 1/2 വരുന്നത്? sin pi/6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒബ്വിയസ്ലി sin x equal to -sin pi/6 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? വൈ മൈനസ് വന്നുകൊണ്ടാണ്. പോസിറ്റീവ് ആണ് നമ്മുടെ ടേബിള്, ഇവിടെ മൈനസ് വന്നുകൊണ്ട് -sin pi/6. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്വാഡ്രന്റ് അല്ലേ? ക്വാഡ്രന്റ് എന്ത് വരും? നെഗറ്റീവ്. സൈൻ നെഗറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കുക. സൈൻ നെഗറ്റീവ് വരുന്ന ഏത് ക്വാഡ്രന്റിലാണ്? ഇത് രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ? ഓളും സൈൻ, അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റിലാണ്? തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, റൈറ്റ്? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 180 പ്ലസ് തീറ്റ ഉണ്ട് അല്ലേ? 5 പ്ലസ് തീറ്റ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി ഒരെണ്ണം കണ്ടുപിടിച്ചു. അപ്പൊ 5 പ്ലസ് തീറ്റ മാത്രം പോരെ? 3π/2 മൈനസ് തീറ്റ വേണോ? വേണ്ട. വൈ കോഫങ്ഷൻ നമുക്ക് വേണ്ട, അതുകൊണ്ട് അത് വേണ്ട. 5 പ്ലസ് തീറ്റ എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി റൈറ്റ് സൈൻ ഓഫ് 5 പ്ലസ് pi/6 എന്ന് പറയുന്നത് എന്താണ്? -sin pi/6 ആണ്. വൈ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ ഹൗ വി റൈറ്റ് സൈൻ ഓഫ് 6π plus pi? ഹൗ? 6π plus pi is what? 7π, right? 7π/6. Clear? 7π/6 ആണ് എഴുതി കൂടെ. So how we write this? Sin x equal to sin 7π/6. Clear അല്ലേ? Clear അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? sin x equal to sin y ഫോം ആണ്. sin x equal to sin y എന്താണ്? x equal to n pi. I will write it here. x equal to n pi plus -1 the whole raised to n into y. Clear? അല്ലേ? അപ്പൊ yക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? sin 7π/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y sin x equal to sin 7π/6 എന്ന് നമുക്കുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ x equal to n pi plus -1 the whole raised to n into 7π/6. So we got the general solution, which is the first general solution, x equal to 2n plus 1 into pi/2 where n element of z, or x equal to n pi plus -1 the whole raised to n into 7π/6 where n element of z. ഇത്രയാണ് നമ്മുടെ എക്സസൈസ് 3.4 പ്രോബ്ലംസ്. അപ്പോൾ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷെ നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ മതി മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ, അതായത് കലാശക്കൊട്ട് നടത്താം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് കലാശ് ചെയ്യാം.
ഓക്കെ, ദാറ്റ് ഇസ് മിസ്ലേനിയസ് എക്സസൈസ് ആണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ക്ലോസ് ആയി. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.